ഹായ് ബാബു ജോസ് ആൻഡ് ബൈജു ജോസ്. യെസ്. MG ശ്രീകുമാറിനെ കാണാറുണ്ടോ? ഇല്ല, കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. കുറച്ചുകാലം അദ്ദേഹത്തിന് വിറ്റ് ജീവിച്ചായിരുന്നു. അദ്ദേഹത്തിന് നല്ല വരുമാനം, അദ്ദേഹത്തിന് അനുകരിക്കുന്നവർക്ക് നല്ല വരുമാനമാണെന്നാ പറയുന്നത്. അതെ അതെ, എനിക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിൽ യാതൊരു വിഷമവും ഇല്ല, ഒരു വിഷയമില്ല. വളരെ വിശാലം മനസ്സിലാക്കാം, ജീവിച്ചു പോട്ടെ. എനിക്ക് തോന്നുന്നത് ബാബു എന്നെ വിറ്റ കാശാക്കിയത്. അതെ, അത് എന്റെ മുന്നിൽ തന്നെ എത്ര തവണ അവതരിപ്പിച്ചു. മാത്രമല്ല ഏഷ്യാനെറ്റില് നമ്മളായിട്ടൊരു പ്രോഗ്രാം കൊടുത്ത് നമുക്ക് തന്നെ വാരയായി. അതെ, ഇവന്റെ വീടിന്റെ ഫ്രണ്ടിൽ ശ്രീകണ്ഠൻ നായർ ഈ വീടിന്റെ ഐശ്വര്യം വെച്ചിട്ടുണ്ടല്ലേ. അല്ല, എനിക്കൊന്ന് ബാബു ജോസും ബൈജു ജോസും നമ്മുടെ ഏഷ്യാനെറ്റ് കാലത്ത് അവിടെ കോമഡി കസിൻ ചെയ്യാൻ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇങ്ങനൊരു അപകടം എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബാബു പെട്ടെന്ന് എന്നെ അനുകരിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ നമുക്ക് എന്റെ ആ ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡി തുടക്കം ബാബുവിൽ നിന്നായാലോ? മാന്യ പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡി എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. മതി, അത് നന്നായിരിക്കുന്നു. വളരെ വിജ്ഞാനപ്രദമായിട്ടുണ്ട് അല്ലേ? ഓക്കെ. പക്ഷേ ബൈജുവിന് എനിക്ക് തോന്നുന്നത് മലയാളത്തില് നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ ഏറ്റവും നന്നായിട്ട് MG ശ്രീകുമാറിനെ അനുകരിച്ചത് അങ്ങനെ ഒരു പേരുണ്ട് അല്ലേ? അങ്ങനെ ഒരു പെരുദോഷം വന്നു, ഒരു മോശം പേരുണ്ട്. പുള്ളിയുടെ ശരിക്കും പോപ്പുലർ ആയത് 10,000 എന്ന് പറഞ്ഞ പുള്ളി ഒരു ഡയലോഗ് പറയും, 10,000 എന്ന് പറയും. അതാണ്. അതെങ്ങനെയാ ബൈജു? അത് അദ്ദേഹത്തിന്റെ ഒരു സംഭവം, അതോടെ വെച്ചിട്ട് നമുക്കങ്ങ് തുടങ്ങിക്കണം. ഇല്ല ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പൊ ഒരു 10,000 രൂപയുടെ ചോദ്യം അങ്ങ് ചോദിക്കാം. 10,000 ആദ്യം, നമ്മൾ 10,000 ആദ്യം. അതെ, പക്ഷെ ഈ 10,000-ന് ഇത്രയും വില ഉണ്ടാക്കിയത് ഈ പ്രശസ്ത ഗായകൻ തന്നെയാണ്. തീർച്ചയായിട്ടും അല്ലേ? പക്ഷേ അദ്ദേഹം വളരെ മകാമനസ്കനാണ്. കാരണം ബൈജു ഇത്രയും കാലം അവതരിപ്പിച്ചിട്ടും ചോറിനകത്ത് അദ്ദേഹം മണ്ണ് വാരിയിട്ടില്ല. ഇല്ല തുറന്നോളാൻ പറഞ്ഞിരിക്കുക. അതെ, പുള്ളിയുടെ ചോറിൽ ഞാൻ മണ്ണ് വാരിയിട്ടാണ് എനിക്ക് സംശയം. പക്ഷേ 2-3 സ്ഥലത്ത് ബൈജുവിന്റെ അഭിനയം കാണുകയും ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്തു. അല്ലേ, പുള്ളി ഇരുന്ന് ചിരിക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെനിക്ക് ഗുണം ചെയ്തു. വളരെ കാര്യം. പുള്ളി ഇംപ്രസ്ഡ് ആയ പിന്നെ വേറെ ആരാ സർട്ടിഫൈ ചെയ്യേണ്ടത്? അതെ, പല സ്റ്റേജുകളിലും അതെന്നോട് പ്രത്യേകം ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ മറന്നുപോയാലും ഇത് ചെയ്യണം. ഈ 10,000 ഇപ്പൊ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാ. അത് എനിക്കിപ്പോ കൂടുതൽ പേയ്മെന്റ് ചോദിക്കാൻ പറ്റില്ല. 10,000 അല്ല, MG ശ്രീകുമാറിനെ പോലെ ഇത്രയും വിഖ്യാതനായ ഒരു പാട്ടുകാരനെ ഇങ്ങനെ അനുകരിച്ചതിന് ശേഷം നമ്മുടെ വില നിലവാരം ഉയർന്നോ? മോശമില്ല. ഇതിലൊക്കെ മോശമല്ല. ഇല്ല, മോശമില്ല. നമ്മുടെ മോശം ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതാണ് പ്രശ്നം. വലിയ എമൗണ്ടിലാ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതിന്റെ മേലോട്ടായിരിക്കണമല്ലോ. അതെ, കുഴപ്പമില്ല. ഓൾ ദ ബെസ്റ്റ്. ഇതുകൊണ്ടൊരു 10-15 കൊല്ലോട് ഓടും. ഓടട്ടെ. ബാബു ജോസ് ആൻഡ് ബൈജു ജോസ്, നിങ്ങൾ രണ്ടുപേരുടെ യഥാർത്ഥത്തിൽ കോമഡി കസിൻസ് അളിയന്മാരാണോ? അതൊരു പ്രശ്നമാണ്. ഞങ്ങള് മടുത്തതാണ് ഈ പറഞ്ഞു. ആണല്ലേ? അയ്യോ, എവിടെ ചെന്നാലും ചോദിക്കുന്ന ചോദ്യം. പക്ഷെ നിങ്ങൾ ചേരുംപടി ചേർന്നവരാ. മാച്ച് ദ ഫോളോയിങ്. അതെ, എവിടേക്കോ ഞാനത് മാറാൻ വേണ്ടിട്ട് ഇപ്പൊ താടി വളർത്തിയേക്കുന്നത്. അതല്ല, ഇവ കാണിക്കാൻ തോന്നിയ മാസം മുഴുവൻ ഞാൻ ഉത്തരം പറയണം. മാത്രമല്ല അകത്തായി പോവും ചിലപ്പോ. അല്ല, എന്തെങ്കിലും ചേഞ്ച് വേണമല്ലോ. ആ വിശ്വവിഖ്യാതമായ കണ്ടുമുട്ടൽ എവിടെ വെച്ചായിരുന്നു, എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ്. ഒരേ പ്രായമാണോ? ഞാനൊരു 4 വയസ്സിന് മുത്താണ്. അപ്പൊ ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ നിന്റെ പോലത്തെ ഒരാള്, ഒരു ബൈജു ജോസ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ്. ഇതുപോലെ തന്നെ ഇവനോടും പറയാറുണ്ട്. ഈ നമ്മുടെ TDO ഒരു പ്രോഗ്രാം നടക്കുമ്പോ ബൈജു ജോസ് എന്നെ ക്ഷണിക്കുകയാണ് കാണാൻ വേണ്ടി. ഞാൻ ഇവനെ വിളിച്ചാണ്. പലയിടത്തും പറയുന്നു അല്ലേ? എന്റെ അടുത്തും പറയാറുണ്ട് സെയിം അതുപോലെ തന്നെ. ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഇവന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാ. ബാക്കി ഞാൻ പറയാം. അപ്പൊ ഞാനും വേറൊരു ആളും കൂടി പെർഫോം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നല്ല കയ്യടി, സ്റ്റാർസ് ചെയ്യുന്നു, ചിത്രീകരണം ചെയ്യുന്നു, ഐറ്റം ചെയ്യുന്നു, എല്ലാം ചെയ്തിരുന്നു. നല്ല കയ്യടി കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി ഗ്രീൻ റൂമിൽ വരുമ്പോൾ ഇവൻ അവിടെ വന്ന് നിന്നിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് ഇവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഇവൻ താങ്ക് യു പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ എടുത്തു അപ്പൊ ഞാൻ എടുത്തിട്ട് എന്താ സംഭവം എന്ന് പറയുമ്പോൾ പരിപാടി നല്ലതാണെന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് കൈ എന്നാണ്. അല്ല, ഞാനും എനിക്ക് കുറക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവനും ഞാൻ അന്ന് ഇപ്പൊ കുറച്ച് അറിയൂ ശരിക്കും ഇങ്ങനെ ആളുകൾ പറഞ്ഞു. ഇല്ലില്ല, വേറെ വെച്ചൊരു ചേച്ചി ചോദിച്ചില്ലേ നിങ്ങൾ അയലത്തെ 2 കുട്ടികളാണോ എന്ന് ചോദിച്ചില്ല. നിങ്ങളെ കസിനാണോ? ഇല്ല, സംശയം തോന്നിയോ? ഒരു ബന്ധുവില്ല. എന്നാ പിന്നെ നിങ്ങള് അടുത്തടുത്ത വീട്ടിലായിരിക്കും താമസിക്കണേ. ഓക്കെ. അങ്ങനെ വന്ന പിന്നെ ഞാൻ വിചാരിച്ചു ഇവൻ എന്റെ കൂടെ കൂടാണ്ട് തന്നെ ഇവൻ എന്റെ എന്റെ ഷൈക്കാൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവന് കൂട്ടില്ലെങ്കിൽ ചിലപ്പോ എന്റെ കാശും ഇവനടിച്ചു മാറ്റും. അതിന് സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഷോ തുടങ്ങി. നിങ്ങൾ ഒന്നിച്ച് തുടങ്ങി. ആദ്യ ടെലിവിഷൻ ഷോ കോമഡി കസിൻസ് ആയിരുന്നു? അല്ലല്ല, ജീവൻ ടിവിയിൽ കോമിക്സ് റെക്കോർഡ്. അതായിരുന്നു അല്ലേ? അത് ആണ് നമ്മളെ ഫസ്റ്റ് ഷോ ഒരുമിച്ചുള്ള. കോമഡി കസിൻസ് ഹിറ്റായത് എനിക്കൊന്ന് ഏഷ്യാനിലായിരുന്നു. അത് ഏഷ്യാനെറ്റ്. രസികരാജ ചെയ്തു അല്ലേ? ഇപ്പൊ എങ്ങനെ നിങ്ങൾ ഒന്നിച്ച് സ്റ്റേജ് പ്രോഗ്രാം ഇപ്പൊ അതോ അടിച്ചു പിരിഞ്ഞോ?
ഇല്ല അത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. ഞങ്ങൾ കുറച്ചാൾ ഒരുമിച്ചില്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ ചാനലിൽ വിളിക്കണ്ടേ, ഞങ്ങൾ എത്രയും ചാനലിൽ പ്രപ്പോസൽ കൊടുത്തു. അല്ല, ആൾക്കാരും കൂടി വേണ്ടടാ, നമ്മൾക്ക് മാത്രം മതിയോ? അല്ല, കൂടുതൽ ഞങ്ങൾ അകറ്റിയത് പ്രളയവും കൊറോണയും. ഞങ്ങൾ കത്തി നിക്കണ ആ സമയത്താണ് കരിഞ്ഞു വീണു ഒരു 5 വർഷം അങ്ങോട്ട്. കൊറോണ സമയത്ത് എല്ലാവരും അകന്നാണ് നിൽക്കുന്നത്. അല്ല, അത് എല്ലാവരും കരിഞ്ഞു, അന്ന് മിക്കവാറും എല്ലാവരും കരിഞ്ഞു. കാര്യം ചില ആൾക്കാർ ബുദ്ധിമാന്മാര് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ട് യൂട്യൂബ് ഒക്കെ ആലോചിച്ച് അവിടെ കഞ്ഞിയും കറിയും വെക്കുക കേട്ടോ, ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുന്ന അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്ത് രക്ഷപ്പെട്ടു പോയ ഒത്തിരി ആൾക്കാരുണ്ട്. നെഗറ്റീവ് മാർക്കറ്റ്. നെഗറ്റീവ് മാർക്കറ്റ് വീട്ടിൽ നടക്കുന്ന സാധാരണ വഴക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുക. നമ്മളെക്കാട്ടിയും ഒരു കല്യാണ വീട്ടിലൊക്കെ നേരത്തെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളായിരുന്നു സെലിബ്രിറ്റീസ്. ഇപ്പൊ ചെല്ലുമ്പോൾ നമ്മളറിയാത്ത ഒരുപാട് സെലിബ്രിറ്റി നമ്മുടെ അടുത്ത് വരുന്ന പോലും ഇല്ല. സെൽഫിയൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോകാം. അത് കറക്റ്റാ. കാര്യം ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് കുറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പം. അതെ. പിന്നെ ആളുകൾക്കും അത് മതി അല്ലെ. ഇപ്പൊ മെലഡി പാട്ടൊക്കെ ആയിട്ട് ഗാനങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓടിക്കും ആൾക്കാർ. ഇപ്പൊ തുള്ളൽ പാട്ടുകളും അടിപൊളി പാട്ടുകളും വേണ്ട, അങ്ങനെ കാലം മാറിയല്ലോ. ബാബു ഈ അടുത്തിടയ്ക്ക് തടി അസൂയാമണ്ണം കൂടിയെന്നും പിന്നീട് ആരൊക്കെയോ ഭീഷണിപ്പെടുത്തി തദ്വര തടി കുറച്ചെന്നും ഒക്കെ ഇങ്ങനെ കേട്ടു. 10 കിലോ അല്ലെ. പലരും സിനിമയ്ക്ക് വേണ്ടിയാണ് കുറച്ചെന്ന് ചോദിക്കുന്നത്. സാറ് ചോദിച്ചില്ല. സത്യം പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ചത്. പക്ഷെ സിനിമ ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കാര്യം ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ തടി കുറക്കണേലേ സാറേ, അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല. ഈ തടി ഇപ്പൊ 2 മാസം കൊണ്ട് ഒരു 8 കിലോ ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ തടി കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദ്യം വണ്ണം വെച്ച് കഴിയുമ്പോ എന്ത് വയറാടാ നിനക്ക്, നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? അപ്പൊ അവന്റെ അല്ല, നമ്മൾ തടി കുറച്ച് നമ്മൾ ഡയറ്റ് ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ചോദിക്കുന്നത്, എടാ ഷുഗർ ഉണ്ടാവുന്ന ചെക്ക് ചെയ്യട്ടാ. അല്ല, അത് നോക്കണം എന്നല്ലായിരിക്കും. അതല്ലെങ്കിൽ അങ്ങനെയല്ലോ. കാശുള്ളപ്പോ വണ്ണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ്, കാശില്ലാത്ത വണ്ണം കുറച്ചാൽ ഡയബറ്റിക്സ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.